ആയിട്ടുള്ള ഗണ്ണുകളാണ് സ്നൈപ്പേഴ്സ്. എയിം അസിസ്റ്റ് ഇല്ലാത്ത ഹൈ ഡാമേജ് തരുന്ന ഈ സ്നൈപ്പേഴ്സിൽ എങ്ങനെ നിങ്ങൾക്ക് കളിച്ച് പ്രോ ആകാം. സോ ഗയ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബേസിക് മുതൽ എങ്ങനെ എനിമിനെ അടിച്ചുറക്കാന്നുള്ള ക്യാരക്ടർ സ്കില്ല് വരെ ഞാൻ പറയുന്നുണ്ട്. സോ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. സോ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഗയ്സ്, സ്നൈപ്പറിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സെൻസിറ്റിവിറ്റി. നിങ്ങളുടെ കളിയുടെ 150% ഇൻക്രീസ് ആക്കുന്നത് നമ്മുടെ സ്നൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. ഗയ്സ്, BRCSലേക്ക് നിങ്ങൾക്ക് ഒരു കിടിലം പോലത്തെ പ്രോ പ്ലെയർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത്. സെൻസിറ്റിവിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സെൻസിറ്റിവിറ്റി കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ജനറലിന്റെ ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് സ്നൈപ്പർ സ്കോപ്പ്. നിങ്ങൾ ഇതുപോലെ സെൻസിറ്റിവിറ്റി 100, 140 ഒക്കെ ഇട്ടാല് നിങ്ങളുടെ ബുള്ളറ്റ് എനിമിയെ കൊള്ളാണ്ട് പെർഫെക്റ്റ് ആയി തന്നെ വെളിക്ക് പോണതായിരിക്കും. ഇനി നിങ്ങൾ ഇതിനെ പഠിച്ചിട്ട് സെൻസിറ്റിവിറ്റി നല്ലോണം കുറച്ചിട്ടാലോ, നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടാലും നിങ്ങൾക്ക് ഒരു ബുള്ളറ്റ് എനിമിയുടെ ദേഹത്ത് കൊള്ളിക്കാനും കഴിയുള്ളൂ. അതിന് നല്ല ടൈം എടുക്കും. സോ ആ ടൈം വെച്ച് എനിമി നമ്മൾ അടിച്ച് പെട്ടിയാക്കും. അപ്പൊ ബെസ്റ്റ് റിഫ്ലക്സിനും ബെസ്റ്റ് ബാലൻസിനും ആയിട്ട് 25 മുതൽ 60 വെക്കുക. അപ്പൊ ഗൈസ്, അത്രേ ഉള്ളൂ സെൻസിറ്റിവിറ്റി. സോ ഗൈസ്, രണ്ടാമത്തെ ബേസിക് ആണ് ക്വിക്ക് വെപ്പൺ സ്വിച്ച്. കൂടുതൽ പ്ലേസ് ഇത് യൂസ് ചെയ്യേണ്ടത്, എന്നാൽ യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞു വെക്കുന്നത്. ക്വിക്ക് വെപ്പൺ സ്വിച്ച് യൂസ് ചെയ്യാത്ത ഏതൊരു പ്ലെയർ ആയാലും അത് മസ്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അതെങ്ങനെ ഓൺ ആക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, അതിനെ നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക. അതിൽ കൺട്രോൾസിൽ അസിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ക്വിക്ക് വെപ്പൺ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി ഇടുക. സോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വെച്ചോടി ഇങ്ങനത്തെ ഒരു ബട്ടൺ വരും. സോ അത് ഇഷ്ടമുള്ളവർ വെക്കുക. ഇനി ഇതിന്റെ ഉപകാരം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ ഗെയിമിൽ വന്നിട്ട് ഈ സ്വിച്ചിൽ ഞെക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഗണ്ണ് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബട്ടൺ നിങ്ങളുടെ സ്നൈപ്പർ ആറാട്ടിന് ഉപയോഗിക്കാം. ഇവൻ വളരെ ഉപകാരപ്രദമാണ്. മാത്രമല്ല ഇവനെ വെച്ച് നമുക്ക് സ്നൈപ്പർ വെച്ച് സ്പീഡ് ഷോട്ടും അടിക്കാം. ഇനിയാണ് ഗൈസ് ഈ വീഡിയോയിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്നൈപ്പർ ട്രിക്ക് പറയാൻ പോണേ. അതാണ് ഗൈസ്, ഇതാണ് ഡബിൾ സ്നൈപ്പർ ഫാസ്റ്റ് സ്വിച്ചിങ്. സിംഗിൾ ആയിട്ട് നമ്മൾ ഇതിന്റെ ട്രിക്കും പറയുന്നുണ്ട്. ഈ ട്രിക്ക് യൂസ് ചെയ്യുമ്പോൾ വെറും 3 ബട്ടൺ മതി. സ്കോപ്പ് ബട്ടൺ ആൻഡ് ക്വിക്ക് വെപ്പൺ സ്വിച്ച് ബട്ടൺ ആൻഡ് ഫയർ ചെയ്യാൻ ഫയർ ബട്ടൺ. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം സ്കോപ്പ്, രണ്ടാമതായി ഫയർ ചെയ്യുക, മൂന്നാമതായി ഗണ്ണ് സ്വിച്ച് ചെയ്യുക ആൻഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ഗൈസ്, നിങ്ങൾ ഡബിൾ സ്നൈപ്പർ ഫാസ്റ്റ് സ്വിച്ചിങ് എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഇനി ഞാൻ സിംഗിൾ സ്നൈപ്പർ പഠിപ്പിച്ചു തരാം. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ ഫയർ ക്വിക്ക് വെപ്പൺ സ്വിച്ച് സ്കോപ്പ് ആണെങ്കിൽ ഇവിടെ ഫയർ ക്വിക്ക് വെപ്പൺ സ്വിച്ചിന് പകരം റീലോഡ് ആണ് ചെയ്യുന്നത്. ഇത് വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ സിംഗിൾ സ്നൈപ്പർ വെച്ച് എനിമീസിനെ സുഖമായി അടിച്ചിടാൻ പറ്റും. ഗൈസ്, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ആണെങ്കിലും ഇതിനേക്കാൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഓൺലി റീലോഡ് ട്രിക്ക്. ഈ ട്രിക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ആൻഡ് ആൾമോസ്റ്റ് സ്നൈപ്പർ യൂസ് ചെയ്യുന്ന എല്ലാ പ്ലേസിനും ഈ ട്രിക്ക് അറിയാം. സോ നിങ്ങൾ ഈ സ്നൈപ്പർ വെച്ച് എനിമിനെ എയിം വെച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷം അപ്പൊ തന്നെ റീലോഡ് ചെയ്യുക. അപ്പൊ ഗൈസ്, നിങ്ങൾ സ്നൈപ്പറിന്റെ സ്വിച്ചിങ് എല്ലാം പഠിച്ചതിന് ഇനി അടുത്ത പാർട്ടാണ് ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ. യെസ്, നമ്മളൊരു സ്നൈപ്പർ പ്ലെയർ ആണെങ്കിൽ സ്നൈപ്പർ പ്ലെയറുടെ ക്യാരക്ടർ സ്കിൽ തന്നെ യൂസ് ചെയ്യണം. ഗൈസ്, ഞാൻ കുറച്ച് ക്യാരക്ടർ സ്കിൽ സജസ്റ്റ് ചെയ്യാം. ആൻഡ് എനിക്ക് ഉറപ്പാണ് ഈ സ്കിൽ യൂസ് ചെയ്താൽ നിങ്ങളുടെ ഗെയിം പ്ലേ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. അതിൽ ഞാൻ ആദ്യമായി സജസ്റ്റ് ചെയ്യുന്ന സ്കില്ലാണ് ഇത്. സ്കൈലർ നിങ്ങൾക്ക് ഗ്ലോൾ പൊട്ടിക്കാൻ ഉപകാരമാവും. പിന്നെ റാഫേൽ, അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ സ്നൈപ്പറിന്റെ ഏത് കോമ്പിനേഷൻ ഇടുമ്പോഴും റാഫേൽ ഇടണം. നിങ്ങൾ ഫയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈലൻസർ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ക്യാരക്ടർ എക്വിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സൈലൻസ് ആയിക്കോളും. പിന്നെ മറ്റൊരു വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്നൈപ്പർ വെച്ച് ഒരു നോക്ക് ഇട്ട് വെച്ചാൽ അത് സാധാരണ ഫിനിഷ് ആവുന്നതിനേക്കാൾ 85% ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഫിനിഷ് ആവുക. പിന്നെ എന്തിനാ മച്ചന്മാരെ നമ്മൾ ഈ ക്യാരക്ടറിനെ ഒഴിവാക്കണേ? ഗൈസ്, മൂന്നാമത്തെ സ്കില്ലാണ് നമ്മുടെ മോക്കോ ചേച്ചി. ഈ ക്യാരക്ടറിന്റെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയാം. നിങ്ങൾ ഒരു എനിമിന് ഇച്ചിരി ഡാമേജ് കൊടുത്താൽ ആ എനിമിന്റെ തലയിൽ ഏറ്റവും ഒരു മാർക്കിംഗ് വരും കുറച്ച് നേരത്തിന്. അതാണ് ഇതിന്റെ എബിലിറ്റി. നാലാമത്തെ സ്കില്ലാണ് മേരോ. ഇത് പറഞ്ഞ മുത്തേ നല്ല അഡ്വാൻറ്റേജ് തരുന്ന ക്യാരക്ടറാണ്, എസ്പെഷ്യലി ഇൻ BR. കാരണം ഡിസ്റ്റൻസ് കൂടുമ്പോൾ അത്രയും ഡാമേജ് കൂടുക, അതും അപ് ടു 25% വരെ. സോ സ്നൈപ്പർ പ്ലേയേഴ്സ് ഇതൊക്കെ ചെയ്ത് വെക്കുക. ഗൈസ്, ഞാൻ ജസ്റ്റ് സജസ്റ്റ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ സ്കിൽ വെക്കുക, ലൈക്ക് ഇതുപോലെ. അപ്പൊ ഗൈസ്, ഇത്രേ ഉള്ളൂ വീഡിയോ. പിന്നെ ഈ കാര്യങ്ങൾ നോക്കിയാൽ മാത്രം നിങ്ങൾ പ്രോ പ്ലെയർ ആവില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഗൈസ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അപ്പൊ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടോ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ റോഡ് ടു 1K ആണ് ഗൈസ്. എല്ലാവരും ലൈക്ക് അടിച്ച് സബ് ചെയ്ത് പവർ ആക്കുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ വരാം. ബൈ.